ഹായ് ഹലോ ഫ്രണ്ട്സ്, സുധാമു ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ നാളത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത്. അങ്ങനെ നമ്മുടെ അനു തിരിച്ചെത്തി. ഇനി അനുമോളുടെ ജീവിതം, അനുമോളുടെ ഭാവി എന്തായി തീരുമെന്നുള്ളതിനെ കുറിച്ചുള്ളൊക്കെ ആകാംക്ഷകളാണ് നമുക്ക് കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് നാളത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ കേൾക്കുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. അങ്ങനെ നമ്മുടെ പുതിയ വിശേഷങ്ങളായിട്ടാണ് പോകുന്നത്. ബാലനും ഗോമതിയും മൊത്തത്തിൽ അവനെ ഇല്ലാണ്ടാക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് അങ്ങനെ അലോകിനെ അവനെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാക്കി മാറ്റണം എന്ന രീതിയിലൊക്കെ ഉള്ള ചിന്തകളാണ് അച്യുതന്. അതിന് എത്ര ലക്ഷങ്ങളല്ല, ഇനി കോടികൾ മുടക്കേണ്ടി വന്നാലും അത് മുടക്കാൻ നമ്മുടെ അച്യുതൻ തയ്യാറുമാണ്. അങ്ങനെ നമ്മുടെ അച്യുതന് വേണ്ടിയുള്ള ഒരു പരിശ്രമങ്ങളാണ് കേട്ടോ. നമ്മുടെ ബാലനെ ഗോമതി സ്റ്റോഴ്സും എങ്ങനെയൊക്കെ മുടിപ്പിക്കാമോ അതാണ് അവൻ്റെ ഉദ്ദേശം. എന്നാന്ന് വെച്ചാൽ സ്വന്തം മകനെ ജയിലിലാക്കിയത് ബാലൻ്റെ മകളുമാണല്ലോ. അത് കാരണം അങ്ങനെ അച്യുതൻ ഓരോ സ്ഥലങ്ങൾ പോയി നോക്കിയാണ് നമ്മുടെ ധർമ്മന് പറ്റിയ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കി ഒടുവിൽ ഏതോ ഒരാൾ പറഞ്ഞിട്ട് നമ്മുടെ ഗോമതി സ്റ്റോഴ്സിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ചായക്കട കൊടുക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ള ഒരു അറിവ് കിട്ടി അച്യുതൻ്റെ ചെവിയിലെത്താണ് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല നമ്മുടെ അച്യുതൻ, നേരെ അയാളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ അച്യുതൻ ചെന്നിട്ട് ചോദിച്ചു, അല്ല ഏട്ടാ, ആ ചായക്കട ഇങ്ങനെ കൊടുക്കാനായിട്ടിരിക്കുക തീരുമാനം ഉണ്ടെന്ന് കേട്ടു. അങ്ങനെ ഒരു ചെറിയ തീരുമാനം ഉണ്ട്, വലിയ കച്ചവടമൊന്നും ഇല്ല, അപ്പോൾ നല്ല വില കിട്ടിയാൽ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അച്യുതൻ പറഞ്ഞു, ചേട്ടാ എന്തുദ്ദേശിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, എന്തായാലും 2 സെൻറ്റ് സ്ഥലമുണ്ട്, പിന്നെ ഈ ചെറിയൊരു കടയും, അത്രയേ ഉള്ളൂ, പിന്നെ കിണറും മറ്റു വാട്ടർ സൗകര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് എന്നതേ ഉള്ളൂ. എന്തായാലും നല്ല സിറ്റിയാണ്, അതായത് മെയിൻ സ്ഥലമാണ്. അതിൽ പിന്നെ മൂന്നും പിന്നും നോക്കേണ്ട കാര്യമില്ല, നല്ല സ്പോട്ടാണ്. അതുകൊണ്ട് നല്ലൊരു വില എന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ ഒരു ചെറിയ വില. അപ്പോൾ അച്യുതൻ ചോദിക്കുക, എന്നാലും ചേട്ടൻ വില പറ, ഞാൻ ഒരു 25 ലക്ഷം രൂപ അങ്ങ് പറയാണ്, അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ താക്കോൽ അങ്ങ് തന്നേക്കും, സ്ഥലത്തിൻ്റെ എഗ്രിമെൻറ്റ് നടത്തി വേണ്ടുന്നതെല്ലാം ചെയ്യാം എന്ന് പറയാം. അത് കേൾക്കുമ്പോഴേക്ക് അച്യുതൻ ചോദിക്കും, എൻ്റെ പൊന്നോ ചേട്ടാ, 25 ലക്ഷം രൂപയോ? അപ്പോൾ പറയാം, അത്രയൊക്കെ ഉണ്ട് നമ്മുടെ സ്ഥലത്തിന് ഇപ്പോഴത്തെ വില. അച്യുതൻ ഒന്ന് തിരക്കി നോക്ക്. അപ്പോൾ അച്യുതൻ നോക്കുമ്പോൾ കയ്യിൽ നിന്ന് ഊരിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പണിയാണ് കിട്ടുകയല്ലോ. പിന്നെ അത് മാത്രമല്ല, ഗോമതി സ്റ്റോഴ്സിൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അവനെ ബാലനെ വെല്ലാൻ ധർമ്മന് വെച്ച് ഞാൻ കളിക്കും. അതിന് എത്ര ലക്ഷം മുടക്കേണ്ടി വന്നാലും എനിക്ക് വിഷയമല്ല. അപ്പോൾ പറയൂ, എന്തായാലും ചേട്ടാ ഞാനൊന്ന് ആലോചിച്ചിട്ട് ഇപ്പം തന്നെ മറുപടി വിളിച്ച് ഞാൻ ഇന്ന് വൈകിട്ട് തന്നെ പറയാം പറഞ്ഞിട്ട് അച്യുത അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ അനന്തനുമായി അച്യുതൻ ആലോചിക്കുകയാണ്. അങ്ങനെ അച്യുതൻ ആലോചിക്കുമ്പോൾ അനന്തൻ പറയും, നീ എവിടെ സ്ഥലം കണ്ടു വെച്ചിരിക്കുന്നത്? അത് സ്ഥലം കേട്ടാ ചേട്ടന് ഞെട്ടും, എന്നാലും എവിടെയാടാ? അപ്പോൾ പറയും, നമ്മുടെ ഗോമതി സ്റ്റോഴ്സിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ആ ചായക്കടയിലെ ബാലേട്ട, എൻ്റെ ബാലനോ അയാളുടെ പേര് ഞാൻ വിജയനോ അങ്ങനെ എന്തോ ആണ് ചായക്കടക്കാരൻ ചേട്ടൻ്റെ പേര്. അപ്പോൾ ആ സ്ഥലം അയാൾ കൊടുക്കുന്നു എന്നാണ് കേട്ടത്. വലിയ കച്ചവടമൊന്നും ഇല്ല എടാ, അവന് അവിടെ തന്നെ ചെന്ന് സ്ഥലം എടുക്കേണ്ട കാര്യമുണ്ടോ? ഇനിയിപ്പോൾ അത് ബാലനെതിരെ നമ്മൾ കടയിട്ടു എന്ന് ഇനിയിപ്പോൾ ഒരു മത്സരത്തിനൊക്കെ ഇടയാവില്ലേ ചേട്ടാ? അത് നല്ല സിറ്റിയാണ്, അവിടെ ഒരാളൊന്നുമല്ല കട ഇട്ടേക്കുന്നത്, 2-3 പേരും കടകളൊക്കെ ഇട്ടിട്ടുണ്ട്. കടകളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പിനേഷനൊക്കെ വരും, അതല്ലേ നമ്മൾ മുന്നോട്ട് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കും. അച്യുതൻ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ആനന്ദം പറയുക, എന്നാലും ബാലൻ്റെ നേരെ തന്നെ കൊണ്ട് കടയിടുമ്പോൾ അത് ധർമ്മം സമ്മതിക്കുമോ ചേട്ടാ? ഇപ്പോൾ ഒന്നും അവനോട് മിണ്ടണ്ട എന്ന് അച്യുതൻ ആനന്ദിനോട് പറയണം. അങ്ങനെ എന്നാൽ ഒരു കാര്യം ചെയ്യാം, നിൻ്റെ ഇഷ്ടം പോലെ തന്നെ നീ ആക്ക്.
അവിടെ എത്രയാണ് വില പറയുന്നത്? ഒരു ഇച്ചിരി കൂടുതലാണ്. എന്നാലും ഞാൻ തിരക്കി കേട്ടോ. അവിടെ സെൻറ്റിന് ഒരു ലക്ഷങ്ങൾ രൂപ വരും ഒക്കെ ഉണ്ട്. വില്ല അല്ല. അപ്പോൾ ആ 2 സെൻറ്റ് സ്ഥലം ഒരു ചായ കടയുണ്ടല്ലോ, അയാൾ 25 ലക്ഷം രൂപയാണ് പറയും. 25 ലക്ഷം രൂപയാണ് ഞാൻ ചോദിക്കട്ടോ. അതേട്ടാ അയാൾ അത്രയും പറയുന്നത്. നീ ഒരു കാര്യം ചെയ്യാം, 10-20 ലക്ഷം രൂപ അത് ഒതുക്കി മേടിക്കുക പറ്റുമെങ്കിൽ അങ്ങ് മേടിക്കും എന്നിങ്ങനെ നമ്മുടെ ആനന്ദം പറയുകയാണ്. അയാളെ ഇലയിലും മുള്ളിലും ഒന്നും മുട്ടണില്ല. എന്നാലും ഞാൻ നോക്കാം, മാക്സിമം ഒതുക്കിയെടുക്കാം ചേട്ടാ. ഇനിയിപ്പോൾ അഥവാ ഒരു 5-10 നമുക്ക് നഷ്ടം വന്നാലും കുഴപ്പമില്ല. നമ്മുടെ ധർമ്മന് വേണ്ടിയല്ലേ. അത് ആ ബാലനെ വെല്ലാനുള്ള ഒരു കളിയാണ്. എനിക്കത് എത്ര ലക്ഷം നഷ്ടം വന്നാലും എനിക്ക് കുഴപ്പമില്ല. അവൻ്റെ അഹങ്കാരം ഒതുങ്ങണം ചേട്ടാ. ഒന്ന് ആലോചിച്ച് നോക്ക്. അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ബാലൻ്റെ ഗോമതി സ്റ്റോഴ്സ് ഇടിഞ്ഞ് മണ്ണ് കണ്ണൂറാവും. അത് ഉറപ്പായ കാര്യമാണ്. അത്ര ദോഷമുണ്ടോ നമ്മുടെ അച്യുതൻ തന്നെ? പക്ഷേ ആനന്ദ അങ്ങനത്തെ പകയും വിദ്വേഷവും ഒന്നും കാണിക്കില്ല കേട്ടോ. പക്ഷേ അച്യുതന് ഭയങ്കര പകയാണ്. എന്നാന്ന് വെച്ചാൽ മകനോടും കൂടെ ചെയ്തേക്കണ ക്രൂരതയുടെ ഒക്കെയാണ് അവന് ബാലനോട് ഇത്രയും വൈരാഗ്യം വന്നേക്കണേ. നാളെ തന്നെ ഒരു കാര്യം ചെയ്യാം, നീ മാക്സിമം നോക്കിയിട്ട് അതിന് അഡ്വാൻസ് കൊടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. നമ്മുടെ ആനന്ദം പറയുകയാണ്. അങ്ങനെ അതനുസരിച്ച് അച്യുതാനന്ദനും കൂടെ ഒരു ആ സ്ഥലത്തിന് അഡ്വാൻസൊക്കെ കൊടുക്കാം. ധർമ്മം കാണിക്കാൻ വേണ്ടി പിറ്റേന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ധർമ്മനും കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ധർമ്മം പറയാം, ഏട്ടന്മാരെ എന്നെയും കൂട്ടി എങ്ങോട്ടാണ് പോണത്? ഏത് സ്ഥലത്തിൻ്റെ കാര്യമാണ് നോക്കണേ. അങ്ങനെ വണ്ടിയിൽ പോയി കറക്റ്റ് കൊണ്ടുവന്ന് നിർത്തുന്നത് ഗോമതി സ്റ്റോഴ്സിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ധർമ്മൻ ചോദിക്കുക, അല്ല ഏട്ടന്മാർ ഇതെന്താ ഇവിടെ കൊണ്ട് നിർത്തിയത്? നീ ഇറങ്ങ്, നമ്മൾ വാങ്ങാൻ പോകുന്ന സ്ഥലം ഇതിൻ്റെ ഏകദേശം അടുത്തൊക്കെ തന്നെ. സമയത്താണ് ധർമ്മൻ ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നത്. അതായത് അളിയനെ വെല്ലാൻ വേണ്ടി മനഃപൂർവ്വം അച്ചുവേട്ടന് ഈ സ്ഥലം കോർണർ നോക്കി മേടിച്ചെടുക്കുന്നത് എന്നുള്ള ചിന്താഗതി വരെയാണ്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ധർമ്മൻ തീർത്തു പറയുന്നുണ്ട് കേട്ടോ. വേണ്ട അനന്തേട്ട, എനിക്ക് ഈ സ്ഥലം വേണ്ട, എനിക്ക് ഇവിടെ കട തുടങ്ങണ്ട, നിങ്ങൾക്ക് വേണം തുടങ്ങിക്കോ. പക്ഷേ ഈ ധർമ്മൻ ഇവിടെ കട ഇട്ടിരിക്കാൻ പറ്റില്ല. എടാ നീ എന്ത് വർത്താനം പറയുന്നത്? കടകൾ പലയിടത്തും ഇടും, അതൊരു കോമ്പിനേഷൻ പോലെ നടന്നു പോയിക്കോളൂ. ഇപ്പോൾ അവിടെ തന്നെ ഇടണം, ഇവിടെ തന്നെ ഇടണം, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ സ്പോട്ടായിട്ട് സ്ഥലം നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മേടിക്കും. അച്യുതൻ കുറേ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്താലും ധർമ്മം വഴങ്ങുന്നില്ല കേട്ടോ. ധർമ്മം പറയുന്നത്, എനിക്ക് കട ഇവിടെ ഇടണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ നിങ്ങൾ തുടങ്ങിയാൽ മതി. അപ്പോഴേക്കും അച്യുതൻ പറയാം, ഇത് നിനക്ക് വേണ്ടിയിട്ട് നിൻ്റെ പേരിൽ നിനക്ക് വേണ്ടി മേടിക്കുന്നതാണ്, അത് നീ വേണ്ടെന്ന് വെക്കില്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ കാര്യമാണോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ധർമ്മം എന്തായാലും അമ്പിനും വില്ലിനും അടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ബാലനോട് നമ്മുടെ ദേവിയും ഒക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ വന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം നമ്മുടെ ബാലനൊക്കെ മനസ്സിലാവുന്നുണ്ട് ധർമ്മനെയും കൂടെ കൊണ്ടുവന്നിട്ട്. അപ്പോൾ എന്തോ പരിപാടി തുടങ്ങാനുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ നടക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ ധർമ്മൻ അവിടെ എന്ത് ചെയ്താൽ കട തുടങ്ങുന്നതിന് ഒരു സപ്പോർട്ടും ഇല്ല കേട്ടോ. ധർമ്മൻ ഒട്ടും പറ്റില്ല. അപ്പോൾ ഒരു സീനൊക്കെ കാണിക്കുന്നത്. പക്ഷേ അച്യുതൻ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അച്യുതൻ അവിടെ തന്നെ ധർമ്മന് കട ഇട്ടു കൊടുക്കും. ബാലനെ വെല്ലുവിളിക്കാനുള്ള ഒരു പദ്ധതിയാണ് അച്യുതൻ ആസൂത്രണം ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അനന്തന് മാത്രം വലിയ താല്പര്യമൊന്നുമില്ല. ബാലനൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അവൻ്റെ കാര്യം നോക്കി നടന്നോട്ടെ, നമ്മൾ എന്തിനാ അങ്ങനെയൊക്കെ ശത്രുത കാണിക്കുന്നത് എന്നൊക്കെ ചിന്താഗതി ആയിരുന്നു കേട്ടോ. എന്താണേലും ബാലനെ എതിർത്ത് ധർമ്മൻ അവിടെ കടയിടാനൊന്നും പോകുന്നില്ല. അനന്തനും സമ്മതിക്കില്ല. അനന്തൻ്റെ മകൾ അവിടെ ജീവിക്കുന്നിടത്തോളം കാലം അനന്തനും ബാലനോട് സ്നേഹമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മീനും ഇത്രയും നമ്മുടെ അനുമോളും കൂടെ അമ്പലത്തിലോട്ട് വരികയാണ്. അപ്പോൾ അമ്പലത്തിലോട്ട് വരുന്ന സമയത്ത് അനുമോൾക്ക് ഇപ്പം മനസ്സിലായി നല്ല ധൈര്യം ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആരെ കണ്ടാലും ആര് ഫേസ് ചെയ്താലും ഒന്നും തനിക്കൊരു ബുദ്ധിമുട്ടില്ല. വരുന്നിടത്ത് വെച്ച് കാണും. കാരണം തൻ്റെ അച്ഛൻ തനിക്ക് തന്ന ആ ധൈര്യം, സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ അച്ഛൻ കാണിച്ച ആ ധൈര്യം അനുവിൻ്റെ മനസ്സിന് അത്രയേറെ ധൈര്യം കൊടുത്തു കേട്ടോ. അങ്ങനെ അവർ വരുന്ന സമയത്ത് യാദൃച്ഛികമായി നമ്മുടെ ജീവനും കാണാനായിട്ട്. അപ്പോൾ ജീവനെ കണ്ടപ്പോൾ അനുവിന് ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്. അനു പതുക്കെ മാറി ഇങ്ങനെ നിൽക്കട്ടോ. അപ്പോൾ മീനും ഇത്രയും അത് ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു, നീ എന്തിനാ അങ്ങനെ മാറി നിൽക്കുന്നേ? നിൻ്റെ തെറ്റും ശരിയൊക്കെ എന്തായാലും ജീവൻ അറിഞ്ഞു കാണും. നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെ
അറിഞ്ഞു കാണും, നീ എന്തിനാ ഇനി ഒളിച്ചു നിൽക്കുന്നത്, ആ ഒരു രീതി എങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം അത് കേട്ടപ്പോൾ പക്ഷേ എങ്കിലും ജീവനെ പോലെ നല്ലൊരു വ്യക്തിയെ താൻ കാരണം അവരുടെ കുടുംബത്തിനുണ്ടായ ആ ഒരു അപമാനം അത് തനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഒരു കാരണമല്ല ജീവൻ്റെ കുടുംബത്തിന് അത്രയും വലിയൊരു മോശം വന്നത്. അതുകൊണ്ട് അനുവിനെ ജീവനെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്, പക്ഷേ ജീവൻ വിട്ടുകൊടുത്തില്ല. അനുവിനെ കണ്ട പാടെ തന്നെ ജീവൻ ഇങ്ങോട്ട് വന്ന് മിണ്ടാനായിട്ട് ശ്രമിച്ചു കേട്ടോ. അപ്പോൾ മീനുവും ഇത്രയും ഒന്നും അങ്ങോട്ട് മാറി നിന്നു. അപ്പോൾ അനുവിനെ ജീവൻ്റെ മുഖത്ത് നോക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ എങ്കിലും ജീവനോട് അനു മാപ്പ് പറയുകയും താൻ കാരണം ജീവൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാളിച്ചകളും എന്നോടും പൊറുക്കണം, അപ്പോഴേക്കും നമ്മുടെ ജീവൻ അനുവിനോട് ചോദിക്കുക കാര്യം ഇത്രയും ഉള്ളൂ, അതായത് ഈ ഒരു കാര്യം ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ തനിക്ക് എന്നോടൊന്ന് പറഞ്ഞ് കൂടായിരുന്നു. അപ്പോൾ അനു പറഞ്ഞു, ഞാൻ ജീവനോടത്ത് കല്യാണത്തിന് മുമ്പേ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത് എൻ്റെ മനസ്സറിഞ്ഞ് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാൻ മനസ്സുകൊണ്ട് ആലോകിനെ വെറുത്തു, എൻ്റെ ജീവിതത്തിൽ ഇനി ആലോകില്ല എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞത് സത്യം തന്നെയായിരുന്നു. പക്ഷേ അലോക് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് എന്നെ അവിടെ തലേദിവസം അങ്ങനെ വരുത്തി എന്നെ പിന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി. ഈ കല്യാണ മുഹൂർത്തം വരെ എന്നെ ഒരു സ്ഥലത്ത് അടച്ചിടുകയായിരുന്നു ഉണ്ടായത് എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ജീവൻ പറഞ്ഞു, എന്തായാലും താൻ തൻ്റെ കുടുംബത്തിനോട് കാണിച്ച ആ ഒരു ആത്മാർത്ഥതയാണ്, അല്ലെങ്കിൽ അവരോടുള്ള ഒരു നന്ദിയാണ് കാരണം എന്ന് വെച്ചാൽ താൻ അതല്ലേ അയാൾ കൊണ്ടുവന്ന് അവിടെ നിർത്തിയിരുന്നെങ്കിലും താൻ ചിന്തിച്ചത് ശരിയാണ്. തൻ്റെ വീട്ടുകാരും തൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഒരുപാട് നാണം കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മുക്തി പോലെ താൻ ചെയ്ത കാര്യം ശരി തന്നെയാണ്. പക്ഷേ അത് സാരമില്ല, ഇനിയിപ്പോൾ വന്നു, ഇനിയിപ്പോൾ അതിനെ ഓർത്ത് താൻ സങ്കടപ്പെടുന്നു വേണ്ട എന്നൊക്കെ പറഞ്ഞ് ജീവൻ അനുവിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജീവൻ്റെ വാക്കുകളിലൊക്കെ മീനു മിത്ര അതങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വാക്കുകളൊക്കെ അനുവിനോടുള്ള ഒരു സ്നേഹം എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്, അത് അവർക്ക് നന്നായിട്ട് വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ ഇനി തൻ്റെ ഭാവി പരിപാടിയൊക്കെ എന്താണ് ജീവൻ ചോദിക്കുമ്പോൾ എനിക്ക് പഠിച്ച എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം സാധിക്കണം, ഭാവി ഭാവി അതൊക്കെ പഠിച്ചിട്ട് തൻ്റെ കല്യാണം അല്ലെങ്കിൽ വിവാഹ ജീവിതത്തെക്കുറിച്ചൊന്നും അതൊന്നും എന്തായാലും ഇപ്പം എൻ്റെ മനസ്സിലൊന്നുമില്ല എന്ന് പറയാണ്. എന്തായാലും ജീവൻ പറഞ്ഞു, തന്നോടുള്ള ആ ഒരു ഇഷ്ടം ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല ജീവൻ എന്ന് പറഞ്ഞിട്ട് ജീവൻ അവിടെ നിന്ന് പോവാട്ടോ. പക്ഷേ അനുവിന് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു എന്തായാലും ജീവൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അനുവിന് ഒരു വല്ലാത്തൊരു ആത്മധൈര്യം കിട്ടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് മീനും ഇത്രയും അനുവിനോട് സംസാരിക്കുന്നുണ്ട്. ഇത്രയും നല്ലൊരു പയ്യനൊരു പക്ഷേ അന്ന് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞുവെങ്കിൽ എൻ്റെ അനുക്കുട്ടിക്ക് ഏറ്റവും നല്ലൊരു ഭർത്താവിനെ തന്നെയാണ് ഈ ജീവിതത്തിൽ കിട്ടിയിരുന്നത് പറഞ്ഞു. കാരണം അത്രയ്ക്കും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ജീവൻ എന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കേട്ടോ അനുവിന്. പക്ഷേ എന്താ പറയാനാ, ഞാൻ കാരണം എന്നെപ്പോലുള്ള ഒരു പെൺകുട്ടി അനുവിന് പറ്റിയതല്ല. അതിന് നിന്ന് ഏതെങ്കിലും നല്ലൊരു പെൺകുട്ടി ജീവന് കിട്ടട്ടെ എന്നൊക്കെയാണ് ഒരു കൺസെപ്റ്റിലാണ് നമ്മുടെ അനു അവരോട് പറയുന്നത്. കാരണം നല്ലൊരു പയ്യൻ നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന ഒരു രീതി. പക്ഷെ നമ്മുടെ മീനുവിനും ഇത്രയ്ക്കും വീട്ടിൽ വന്നിട്ട് ഗോമതിയോടെല്ലാം ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ജീവൻ്റെ ഉള്ളിൽ ഇപ്പോഴും അനുവിനോടുള്ള ഒരു സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉണ്ട് അമ്മ എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അപ്പം ഗോമതി പറയുന്നു, ജീവന് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, ജീവൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഈ കുടുംബത്തിനോട് അല്ലെങ്കിൽ ഇനി അങ്ങനെ ഒരു ബന്ധത്തിനോട് താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്നുകൂടെ നമ്മൾ അറിയണ്ടേ എന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ അനുവും മീനുവും ഇത്രയും ഇതിനെല്ലാം കാരണക്കാരിയായ സുകന്യേട്ടത്തിക്ക് യാതൊരു കൂസലും ഇല്ലാണ്ട് കൃഷ്ണമംഗലത്ത് കഴിയുന്നുണ്ട്. ഇതൊക്കെ ധർമ്മമാമനോട് പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞുകൂടാത്തോണ്ടല്ല, ആ മാമൻ പാവം എന്തു വിളിച്ചു എന്നുള്ള ഒരു കുറ്റബോധം കൊണ്ട് അവരൊന്നും പറയാത്തത്. എന്ന് വെച്ചാൽ സുകന്യയെക്കുറിച്ചുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ടും എടുത്തിരുന്നാലും അത്ര നല്ല അഭിപ്രായങ്ങളൊന്നും അല്ല സുകന്യയെക്കുറിച്ച് പറയാനുള്ളത്. അനുവിൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ കാര്യങ്ങൾ ചെയ്ത് സുകന്യയെ കുടുംബത്തിൽ പറഞ്ഞ് നല്ല താക്കീത് കൊടുത്ത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല. പക്ഷേ നമ്മുടെ അനുമോൾ
അതെല്ലാം ക്ഷമിച്ചത് ധർമ്മമാമനെ ഓർത്ത് മാത്രമാണ്. അങ്ങനെയൊക്കെ കുറിച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വരാനിരിക്കുന്ന മെയിൻ എന്ന് പറയുന്നത് നമ്മൾ ധർമ്മനെ കൊണ്ട് അച്യുതൻ ഗോമതി സ്റ്റോഴ്സിൻ്റെ ഫ്രണ്ടിൽ പുതിയൊരു സംരംഭം ആരംഭിക്കുന്നത് എല്ലാ തന്ത്രപ്പാടുകളും മെനയുന്നുണ്ട്. നമ്മുടെ അച്യുതൻ എന്തായാലും അതിൻ്റെ എപ്പിസോഡുകളാണ്, കഥകളാണ് ഇനിയും വരുന്നത്, എപ്പിസോഡുകൾ വരുന്നത്. അപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മുടെ സാന്ത്വനം പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയോ, അപ്പോൾ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം കൂട്ടുകാരെ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.